വേറെ ഏതെങ്കിലും ചലഞ്ച് ഉണ്ടായിരുന്നു ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന 6 കില്ല് വിത്ത് ഡാൻസ് 6 കില്ല് വിത്ത് ഡാൻസ് ഗോസ്റ്റ് ഗെയിമിംഗ് ബ്രോ എങ്ങനെയുണ്ട് പറ ചലഞ്ചിനോട് 100% നീതി പുലർത്തിയില്ലേ ഗോസ്റ്റ് ഗെയിമിംഗ് ബ്രോ ഇത്ര കിടില ചലഞ്ചായിരുന്നു കേട്ടോ പക്ഷെ അത് വെറൈറ്റി ചലഞ്ചായിരുന്നു ഇതാണ് അമ്മണ്ണ അതത്ര ഉള്ളു ഇതിന്റെ അല്ല ഗോസ്റ്റ് ഗെയിമിംഗ് ബ്രോ അത്ര ഉള്ളു ചലഞ്ചിനോട് 100% നീതി പുലർത്തി എന്നാലും ബാബുനെ കൊന്നില്ല C4 വയ്ക്കാൻ ഈ സമയം കിട്ടിയില്ല റൈസ് ബ്രോ അടുത്ത കളി അവരെ കൊല്ലി ഞാൻ റൈസ് ബ്രോ ആ ചലഞ്ച് എനിക്ക് ഇച്ചിരി ടൈം തരണം എനിക്ക് സമയം കിട്ടിയില്ല C4 കിട്ടിയ അവസാനമായിപ്പോ അപ്പൊ അതിന്റെ ഇടയിൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കേണ്ടി വന്നു അതിന്റെ ഇടയിൽ വെക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല 500 രൂപയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുത്തറ ഒരു വട്ടം ജീവിച്ചാവുന്ന കാരണം നീ അല്ലാതെയൊക്കെ എത്ര വട്ടം ചെയ്തിരിക്കുന്നു പിന്നെയാണ് നിനക്ക് അത്ര വിഷമമാണ് ചെയ്യണ്ട 500 രൂപ കിട്ടണ്ടെന്ന് വെച്ചാൽ എനിക്ക് വേണം എനിക്ക് 500 ആണ് ഇപ്പൊ അതെനിക്ക് അറിയരുത് ഒരു മെമ്പർഷിപ്പ് എടുക്കട്ടെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജിതിൻ ബ്രോ $19.99 ഏതാ താങ്ക് യു സോ മച്ച് ജിതിൻ ബ്രോ ഫോർ ദാറ്റ് $20 ആളറി കളിക്കണം തകർത്തല്ലേ നമ്മളിന്ന് 2 ഡിന്നർ എത്ര ഡിന്നർ 2 ഡിന്നർ അടിച്ചില്ലേ ബാക്ക് ടു ബാക്ക് ഡിന്നേഴ്സ് ഏതാ ഡിന്നർ കിട്ടാത്തെ വേണമെന്ന് വെച്ച് കട്ടക്ക് കളിച്ചില്ല നമ്മള് #1 ഏതാ അല്ലേ 24 hours എനിക്ക് അറിയത്തില്ല അണ്ണ എന്റെ 7 കംപ്ലീറ്റഡ് 24 പെൻഡിങ് ഷഫാഫ് ബ്രോയുടെ 1 കംപ്ലീറ്റ് 24 പെൻഡിങ് സെറ്റ് എനിക്കറിയാം എനിക്ക് ഓർമ്മയുണ്ട് അത് നോട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണു നോട്ട് ചെയ്യുന്നുണ്ട് ഗൗതം ബ്രോയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗൗതം ബ്രോയ്ക്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വിട്ടുപോയി പെട്ടെന്ന് പേരൊന്നും വയ്ക്കില്ല അല്ല അക്ഷയജിത് ബ്രോ കുറെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അക്ഷയജിത് ബ്രോ താങ്ക്സ് ലോട്ട് ഫോർ ദ ഓൾ ദ മെമ്പർഷിപ്പ് ആൻഡ് എന്താ പറഞ്ഞത് മെമ്പർഷിപ്പ് തന്നെയായിരുന്നു താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട് ആൻഡ് വേറെ ആര് ലാസ്റ്റ് ലൂണ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഷിജിൽ ബ്രോ താങ്ക് യു ബ്രോ പിന്നെ യു ആർ പൂക്കി താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ഗൈസ് താങ്ക് യു സെറ്റ് ലൈവ് ആയിരുന്നു അക്ഷയജിത് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 100 സൗദി റിയാൽസ് മെമ്പർഷിപ്പ് തന്നി ചലഞ്ച് സഹായിക്കാൻ സാധിച്ചാൽ ഞാൻ ഹാപ്പിയാണ് പറഞ്ഞിട്ട് എൻ്റെ അമ്മോ താങ്ക് യു സോ മച്ച് അക്ഷയജിത് ബ്രോ ഫോർ ദ 100 സൗദി റിയാൽസ് താങ്ക് യു സോ മച്ച് ബ്രോ മീൻസ് ലോട്ട് താങ്ക് യു സോ മച്ച് ബ്രോ പുറത്താകുമ്പോൾ വാഴ വെട്ടിയ സരക്കിനിരിക്കട്ടെ പക്ഷെ പുറത്താകുമ്പോഴല്ല പുര കത്തുമ്പോൾ വാഴ വെട്ടിയ സരക്കിനിരിക്കട്ടെ ഒരു 100 താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് 100 റുപ്പീസ് ഫോൺ പേ താങ്ക് യു സോ മച്ച് ബ്രോ പുറത്താകുമ്പോൾ അതാ എന്തൊരു തേങ്ങ ഞാൻ പറയുന്നത് എന്തായാലും ബ്രോ കിടിലൻ ചലഞ്ചായിരുന്നു ഗോസ്റ്റ് ഗെയിമിംഗ് ബ്രോ സൂപ്പർ ചലഞ്ചായിരുന്നു ലൈക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചുകൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നത് ഇല്ല വെറൈറ്റി ചലഞ്ചുകളാണ് താങ്ക് യു സോ മച്ച് ഫോർ ദ ചലഞ്ച് മെമ്പർഷിപ്പ് തന്ന ഈ ചലഞ്ച് സഹായിക്കാൻ സാധിച്ചാൽ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അയച്ചാണല്ലേ അത് നമ്മുടെ കുടുംബശ്രീയുടെ ചലഞ്ചസിൽ തുടങ്ങി പിന്നെ കുറേ ഇങ്ങനെ പല ആൾക്കാരുടെ വലിയ ഫൺ കിടിലൻ ചലഞ്ചുകൾ തരാൻ തുടങ്ങി എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഓറഞ്ച് ഭയം അതെ ചാറ്റിലെ തീയും സൂപ്പർ ചാറ്റും എല്ലാം കൂടി ഓറഞ്ച് ഭയം തന്നെയാണ് പിന്നെ അത്ര ഉള്ളത് വിഷയം ചലഞ്ച് കളി എല്ലാവരുടെയും പറഞ്ഞ കേട്ട പബ്ജി കയറാതെ
എല്ലാവരോടും പറഞ്ഞിട്ട് പബ്ജി കയറാനെന്തെങ്കിലും ഉണ്ടോ? അയ്യോ സത്യം സത്യം ലിയോണ ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി 10 AD ബ്രോ താങ്ക് യു സോ മച്ച്. ഭവിഷ്യ വാട്സ്ആപ്പ് മെസ്സേജ് ഇന്ന് ഞാൻ ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി കളിക്കുന്നില്ല. ഇനി ഞാൻ നിർത്തുന്ന കേസ്. രണ്ടേ ഞാൻ ഉദ്ദേശിച്ചതിനെ കാട്ടി അത് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും എന്നെ ഇന്നത്തെ ഒരു സ്ട്രീം, ഇന്നത്തെ പബ്ജി സ്ട്രീം എന്തായാലും ലൈക്ക് RP സ്ട്രീം എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു മൈൻഡ് ഇങ്ങനെ ഇച്ചിരി എൻ്റെ മൈൻഡ് ഇച്ചിരി ഷോക്ക് അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പബ്ജി സ്ട്രീം സെറ്റായതിൽ ഹാപ്പിയാണ്. നമുക്ക് RP സ്ട്രീം നമുക്ക് അടുത്ത വരുന്ന ദിവസം ഒരു സെറ്റ് RP എന്തായാലും നമുക്ക് നല്ല റാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കാം. എന്തായാലും ഇന്നത്തെ വിട്ടേക്ക് താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഫൈനൽസ് കളിക്കുന്നുണ്ടോ? ഫൈനൽസ് ഞാൻ ചിലപ്പോൾ നോക്കട്ടെ, അവരുണ്ടായി ചിലപ്പം കളിക്കും. താങ്ക് യു ഗൈസ്, മീൻസ് അലോട്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. നിർത്തിയാ? ഓ ഞാൻ നിർത്തുന്നു. റഹീം ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1 മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. എടാ ഇന്ന് വന്ന മെമ്പർഷിപ്പ് ഗിഫ്റ്റ് എത്ര ഉണ്ടോ നോക്കട്ടെ. 1150 ആയിരുന്നു മെമ്പർഷിപ്പ്. ഇപ്പോൾ എത്ര മെമ്പർഷിപ്പ് ഒന്നും ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ ഗൈസ്. 47 മെമ്പർഷിപ്പ് വന്നു. അപ്പം സ്ക്രീനിൽ എത്ര കൂടിയത് നോക്കട്ടെ. 75 കൂടിയത്. അപ്പം 75 അത് വീണ്ടും കൂട്ടണം. 47 എന്ന് പറയുമ്പോഴത്തേക്ക് 97 ആയി. 1197 മെമ്പേഴ്സായി. സെറ്റ്. താങ്ക് യു സെറ്റ്. എൻ്റെ അമ്മ ഇതും ഇരിക്കട്ടെ. ലവ് യു അണ്ണ. GPay അയക്കാറുള്ള അക്ഷയ് അജിത്ത് തന്നെയാണ്. ഇപ്പോൾ ഗൂഗിൾ പേ വർക്കാവുന്നില്ല. ബട്ട് എങ്ങനെ ആയാലും വി സപ്പോർട്ട് ചെയ്ത് തരട്ടെ. എൻ്റെ അമ്മോ 250 സൗദി റിയാൽസ്. എൻ്റെ അളിയ താങ്ക്സ് അലോട്ട് ബ്രദർ. എൻ്റെ അമ്മോ ഇന്ന് പബ്ജി ഉണ്ടാകുമ്പോഴത്തേക്ക് എൻ്റെ അളിയാ സത്യം 2 ഡിന്നർ നഷ്ടം. ചലഞ്ച് ഇത്ര തീർക്കാൻ പറ്റൂലായിരുന്നു. ഇത്രയും അണ്ണാ പുതിയ വാൾപേപ്പർ ഗ്രൂപ്പിൽ കൊണ്ടിട്ടുണ്ട്. വിഷയമല്ല കേസ് ഇതിപ്പോ നോക്കിയത് സരക്കണ ഇത് നോക്ക്. ഏതാ എവിടെ നോക്കാനാണ്? എന്റെ സ്ക്രീൻ ഷെയർ ഒയ്യോ സീനല്ലേ അത്? വീടിലോ സാധനം അത്. എന്റെ അമ്മ കിട്ടും. ഗ്രൂപ്പിൽ ഉണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. പിങ്ക് മയ ആവട്ടെ അങ്ങോട്ട്. സത്യം പിങ്കൊക്കെ ഇപ്പൊ കുറെ നാളിന് ശേഷം പോയി 2 ദിവസമായിട്ട് കാണാൻ തുടങ്ങി വീണ്ടും. പിങ്ക് ഒക്കെ കണ്ട കാലം കുറെ നാളായിട്ട് മറന്നിരിക്കുകയായിരുന്നു. പിങ്ക് റെഡ് ഇപ്പൊ ഇല്ലേ വിലത്തി? റെഡ് സൂപ്പർ ചാറ്റ് ഇല്ലേ? 5000 മേലെയാണ്. പണ്ടൊക്കെ അത്രയും വേണ്ടായിരുന്നല്ലോ റെഡ്. 2000 തൊട്ട് ഇതുവരെ ഇതാണ് പിങ്ക് ആണ്. 2000 അല്ല 1000 തൊട്ട് 2000 അല്ലേ പിങ്ക്? അല്ല 2000 മേലെയല്ലേ പിങ്ക് വരുന്നത്? 1000 മേലെയാണ് പിങ്ക്. 1000 തൊട്ട് പിങ്ക്, 2000 തൊട്ട് പിങ്ക്. പക്ഷെ ഈ ഐഫോൺ ത്രൂ ചെയ്യുവാണെങ്കിൽ അത് ഇത്ര എന്തോ കുറച്ചുകൂടി വരണമെന്നുണ്ട്. അങ്ങനെയാണ്. എന്റെ അമ്മോ താങ്ക് യു സോ മച്ച്. കുറെ നാൾക്ക് ശേഷം സൂപ്പർ ചാറ്റ് ഒക്കെ സന്തോഷം. അയ്യോ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. സത്യം നമ്മളിന്ന് മറ്റേ പുള്ളി ശരിക്ക് 250 സൗദി 5000 ബോണ്ടാണ്. അറിയാം എനിക്കറിയാം. ലൈക്ക് ഇത്തിഷാം ബ്രോ അങ്ങനെയല്ല. എന്റെ അളിയാ ചാറ്റ് നോക്ക്. ഇതാ റെഡ്. എന്റെ അമ്മോ 11,221 രൂപ. എന്റെ അളിയം അക്ഷയ് ബ്രോ ഒറ്റ അടിക്ക് മൊത്തം കൂടി ചെയ്തത് എത്ര? 11,000 മൊത്തം 500 750 850 സൗദിയൻ റിയാൽസ് പ്ലസ് മറ്റേ ഗിഫ്റ്റുകളും
പ്ലസ് ഗിഫ്റ്റ് ഏതാണ്? 19,000 പിന്നെ ഒരു 15 ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്തോ തന്നു. 25 അടിയിലല്ലേ? ആ 2 വട്ടം 10 പിന്നെ ഒരു ലൈക്ക് പിന്നെ ഒരു 5 എന്തോ. ആരെ അക്ഷയജിത് ബ്രോ നിങ്ങള്? താങ്ക് യു സോ മച്ച് അക്ഷയജിത് ബ്രോ. ആരാ ഏട്ടാ ഞാൻ? ആരാ ഏട്ടാ ഞാൻ? 22,000 rupees. എന്റെ ആളിയ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. കുറെ ആളായി പറഞ്ഞ ചോപ്പൊക്കെ ഇട്ടിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ. വെയിറ്റ്, എന്റെ ചാറ്റ് തന്നെയാണ് അത്. പ്രകാശം പറക്കട്ടെ. ഒരു മാച്ച് കൂടെ പോട്ടെ. ഇല്ലടാ, ഇനി ഒരു മാച്ച് കൂടി പോകുന്നില്ലടാ. അക്ഷയജിത് ബ്രോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ അക്ഷയജിത് ബ്രോത്ത് മാത്രമല്ല എല്ലാവരുടെ ലൈക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ എൻ്റെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. ഒന്നും പറയാനില്ല. സത്യം പറയാനില്ല. കിക്കിന്റെ പേയ്മെന്റ് കിട്ടാതെ പുഴുത്തിരിക്കുവായിരുന്നു. ഞാനും ബാബു സത്യം പറയാം സ്ട്രീമിങ് ഇനി ചെയ്യാൻ പോലും മൈൻഡില്ലാതിരിക്കുവായിരുന്നു. ഈ പബ്ജി എന്തോ ഒരു ഭാഗത്തിന് തിരിച്ചു ചെയ്യാൻ തോന്നിയത് കൊണ്ട് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഇതില്ലായിരുന്നെങ്കിൽ ഈ ഒരു മാസത്തെ കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇതില്ലായിരുന്നെങ്കിൽ ഒരു മാസത്തെ എന്തിനുള്ളൂന്ന് പോലും അറിയാതെ ഇന്നു പോയി. സത്യം പറഞ്ഞാൽ കുറേ കേസുകൾ മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ട്. കുറേ കേസുകൾ മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഈ 24 hour സ്ട്രീമില്ലാത്ത അത്രയും മെമ്പർഷിപ്പും അത്രയും സൂപ്പർ ചാറ്റും ഇന്നിപ്പോൾ ഇത് കുറേ വലിയ ചലഞ്ചുകൾ ഇതെല്ലാം കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു വലിയ സപ്പോർട്ടാണ്. താങ്ക്സ് സാറാ. സെറാ ചാറ്റ് നോക്ക് സെറാ. എന്റെ ചാറ്റ് നോക്ക്, എന്റെ ചാറ്റ് നോക്ക് നോക്ക്. എല്ലാ കളറും ഉണ്ട്. ഐഷ സ്പീഡിന്റെ സ്ട്രീം അല്ല, എന്റെ സ്ട്രീമാണ്. എനിക്ക് എന്റെ മൂഡ് ഓക്കെ അല്ലായിരുന്നു സരക്ക് ഇന്ന്. അപ്പം ഞാൻ ഞാൻ ഡോഗ് വോക്ക് ചെയ്യും. മീൻസ് എന്റെ ഇവിടെ നെയ്ബർഹുഡിലെ ഒരു ഡോഗിനെ ഞാൻ വോക്ക് ചെയ്യും. അപ്പം അവൻ യൂഷ്വലി എന്നെ ഇങ്ങനെ വലിയ അഫെക്ഷൻ കാണിക്കത്തില്ല, ഇഷ്ടമാണ് എന്നെ. പക്ഷെ തലോടുന്നതോ അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെയും പോകുന്നേ. പിന്നെ 500 എനിക്ക് ഒരു ചോപ്പ് കിട്ടി. 370 ഖത്തർ റിയാൽസ്. 30,000 എന്റെ അമ്മോ അത് പറയാനില്ല എനിക്ക്. അക്ഷയജിത് ബ്രോ നിങ്ങൾ താങ്ക് യു സോ മച്ച്. എന്റെ അളിയാ എനിക്ക് അറിഞ്ഞൂടാ എന്റെ അമ്മോ. എനിക്ക് സന്തോഷവും എല്ലാം കൂടിയൊക്കെ വരുന്നത്. എന്തിനു പറയാൻ. 30,000 രൂപ മാത്രം സൂപ്പർ ചാറ്റ്. എന്റെ അളിയാ എന്റെ കിളിയൊക്കെ മാറി. പണ്ട് അക്ഷയജിത്ത് ബ്രോ ബാബു ഇപ്പൊ വരാവേന്ന്. അല്ല ഞാന് സരക്കണ ചാനൽ തുടങ്ങിയിട്ട് ഒരു തവണയാണ് ഞാൻ ചുവപ്പ് കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ ചുവപ്പ് ബ്രോ. താങ്ക് യു സോ മച്ച്. ഏതാ വൈബ്? അംബാനി വൈബ്. പണ്ടെപ്പോഴോ സത്യം പറയാൻ പണ്ടെപ്പോഴോട് ഇങ്ങനെയൊക്കെ ഒരു ചാറ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ടൈം എന്താന്ന് വെച്ചാൽ പണ്ട് മറ്റേ ഒരു ദിവസം 50,000 സൂപ്പർ ചാറ്റ് ഒരു ഗെയിമർ ഡൂഡ് ബ്രോ ഒരിക്കൽ ഓർമ്മല്ലേ? പണ്ട് ഓർമ്മണ്ടാ ഒരിക്കൽ ഇതിലേക്ക് 2,000 രൂപയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറെ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും വെച്ചിട്ട് ഇങ്ങനെ 50,000 ഒരു ദിവസം പുള്ളി മാത്രം ചെയ്തിരിക്കുന്നത്. അന്നാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇന്നത്തെ സ്ട്രീം ഇട്ടില്ലായിരുന്നു. എനിക്ക് എന്തൊരു നഷ്ടമായിരുന്നു. ദൈവമേ എന്റെ മനസ്സിൽ എന്തൊരു മനസ്സിലൊന്ന് തോന്നി. 11 രൂപയൊക്കെ പോയിട്ട് 11 രൂപ കിട്ടിയെന്ന് എല്ലാം സെറ്റ് ചെയ്തോണ്ടിരുന്ന അതും പോയി. പിന്നെ ഒന്നും ഇപ്പൊ നോക്ക് ലൈവ് നിർത്താതെ സത്യം അന്നേരം നിർത്തിപ്പോയിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു ദിവസമേ പോയത്. അക്ഷയ് ബ്രോ ഒന്ന് പറയാനോ ബ്രോ? താങ്ക് യു അക്ഷയ് ബ്രോ. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. അയ്യോ
അക്ഷയ് ബ്രോ ബാബു ഇവിടെ വേറെ മെയ്സ്ട്രോ ബൈ അസ്ട്രോ താങ്ക് യു ഫോർ ദ 75 AD. എന്റെ അടിയത് ഇത് ഏത് ദിവസം ഇത് ഏത് ദിവസം പടച്ചോനെ ഒന്നും പറയില്ല. ദൈവത്തിനോട് നന്ദി, നിങ്ങളോട് എല്ലാവരോടും നന്ദി, എത്ര പറയുള്ളൂ. എന്റെ അമ്മോ മറ്റേ പണ്ട് ഓർമ്മയുണ്ടാവില്ല മറ്റേ സൂപ്പർ ചാറ്റ് ബാറ്റിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ മറ്റേ ഓർമ്മയുണ്ടാവില്ല പണ്ട് നമ്മള് മറ്റേ ജോക്കിയൊക്കെ ഉള്ള ടൈമിലൊക്കെ മറ്റേ ആദ്യം 100 ചെയ്യും പിന്നെ 200 ചെയ്യും പിന്നെ 500 ആയ ശരത്തിന്റെ ഒരു ഫ്രണ്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു 8,000 10,000 രൂപ എന്തോ ആദ്യമായിട്ട് 8,000 രൂപ ഒന്ന് ചെയ്യണേ. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അക്ഷയ് ബ്രോ താങ്ക് യു സോ മച്ച്. അക്ഷയ് ബ്രോ എന്റെ അളിയ ഒന്നും പറയില്ല എനിക്ക്. താങ്ക് യു ബാബുവിന്റെ കാര്യത്തിലും എന്റെ കാര്യത്തിലും ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര ലവ് ഫ്രം കുവൈറ്റ് എന്ന് ബ്രോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്റെ അളിയ ഈ മാസം അത്ര ഈ സൗദി സിറ്റുവേഷനൊക്കെ അത്രയ്ക്കുണ്ട് സിറ്റുവേഷനൊക്കെ. അതായത് ഒന്ന് നുള്ളി നോക്ക് റവലെ സ്വപ്ന കണ്ടാടാന്ന് അലൻ സൈഷി ബ്രോ. എന്നാ പിന്നെ ഞാനും ചെറുതായി ബ്രോ. നിങ്ങളുടെ സ്പ്രിങ്സ് ഒക്കെ അടിപൊളി. കീപ് ഗോയിങ് ഗുഡ് ബ്രോ. ലവ് യു അലൻ സൈസായി ബ്രോ. എന്റെ അളിയോ എന്റെ അളിയോ 60 യൂറോ 60 യൂറോ. എന്റെ അപ്പോ ഇത് ഏത് ദിവസം ഇന്നാരെ കടിയുണ്ടത് അയ്യോ അളിയാ എനിക്കൊന്നും പറയില്ല. ലൈഫിലൊക്കെ ഒരിക്കലായിരിക്കും കാണാൻ കിട്ടുന്നത്. നോക്കിട്ട് എടുത്ത് വെക്കിട്ട് ക്യാമറയും തെളിയണില്ല. പുല്ല് മുസിൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 7 month membership. താങ്ക് യു സോ മച്ച് മുസിൻ ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മുസിൻ ബ്രോ. താങ്ക് യു സോ മച്ച്. വാട്ട് ദ ഫക്ക് ഇത് ആരാ ചാറ്റ് ഓണം പോലെ മെയ്സ്ട്രോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 75 AD. നമ്മളിച്ചിരി സ്റ്റാൻഡേർഡ് ലെവൽ സ്ട്രീമേഴ്സ് ആണ്. സൂപ്പർ ചാൻസ് ഒക്കെ ഇച്ചിരി ചോപ്പ് പിങ്ക് ഓറഞ്ച് മുദ്രായ കളറുകളൊക്കെ നമ്മൾ ചകരയാണ്. വേറെ ലെവലാണ് നമ്മൾ. സൂപ്പർ ചാറ്റ് ഇല്ലെന്നൊക്കെ എന്റെ അമ്മോ അമ്മോ. അയ്യോ ഇല്ല എനിക്ക് സന്തോഷം. കരയുന്നില്ല കൈയൊക്കെ വേറെ എന്തോ പോലെ എന്തോ പറയാനാ എക്സ്പെക്ട് ചെയ്തില്ല സാറേ. അതായത് ഒട്ടും എക്സ്പെക്ട് ഇല്ല. ഞാൻ ഇന്നത്തെ ദിവസം മനസ്സിലായില്ലേ ഐഷോ സരക്കതൊക്കെ അത്രേ ഉള്ളു. ഞാനും ഇട്ടു ഒരു 10 AD എന്ന് പറഞ്ഞിട്ട് സാദിഖ് ബ്രോ താങ്ക് യു സോ മച്ച്. സാദിഖ് ബ്രോ താങ്ക് യു സോ മച്ച് 10 AD മീൻസ് അലോട്ട്. സാദിഖ് ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഇട് സൂപ്പർ ചാനൽ ലവി ബ്രോ. എന്റെ ബ്രോ ചുമ്മാരി ഇത്രയൊക്കെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. സത്യം പറയല്ലേ എനിക്കാ സത്യം പറഞ്ഞ 250 സൗദി റിയാൽസ് വന്നപ്പോ തന്നെ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടി. അതിന്റെ ഇടയിലാണ് പിന്നെ 500 സൗദി റിയാൽസ് പിന്നെ ഒരു മോശം ടൈമിന് ശേഷം നല്ല ടൈം ഉറപ്പായും വരും. ഐ ഫീൽ ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് സം ഗുഡ് ടൈം. താങ്ക് യു സോ മച്ച് ശ്രീപ്രസാദ് ബ്രോ. മോശം ടൈമിന് ശേഷം നല്ല ടൈം ഉറപ്പായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. എല്ലാം ഓക്കെ ആവട്ടെ, എല്ലാം ഓക്കെ ആവട്ടെ. ഐഷോ പൊന്നൂസ് സത്യം അതാണ് ഞാൻ ഇന്നലെ എന്റെ 24 hour സ്ട്രീം തീരാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ. നമ്മളെ ബാഡ് ടൈമിൽ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ ലൈവിൽ പറയുന്നത്. ടിൻസാബു ബ്രോ എന്റെ അപ്പോ താങ്ക് യു ഫോർ ദ 20 യൂറോ. എന്നാ പിന്നെ ഒരു ഓറഞ്ച് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 20 യൂറോയും കൂടി. എന്റെ അപ്പോ വിഷയം ഇതെന്തിന് നടക്കുന്ന എന്റെ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നത് സത്യം പറയാനല്ലേ. ഫിയാസ് ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. 25,000 rupees.
ഒറ്റ സൂപ്പർ ചാറ്റ് 1100 രൂപയുടെ. എനിക്കെന്തോ പറ്റി, എനിക്കെന്തോ പറ്റി. 25,000 രൂപ ഒറ്റ സൂപ്പർ ചാറ്റ്. എന്റെ അളിയ എന്റെ അപ്പോ. റോണിക്സ് ബ്രോ താങ്ക് യു. Ronaldo, thank you for the 18 Banjo streamers come become a part of my fam എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ബ്രോ. എന്തിന് നടക്കുന്നേ? Ras bro, thank you for the 20 rate. കിട്ടല്ലോ, ഇല്ല, Jibir Joy bro, thank you so much for the 50. Not bro, thank you for the 200. എന്റെ അളിയ. Rolex bro, thank you for the 50. Vias bro, thank you. എന്റെ അമ്മച്ചേ, എനിക്കൊന്നും പറയാനില്ല. എന്തൊരിത് എന്തിന് ഇവിടെ എന്തിന് നടക്കുന്നേ? അളിയാ. കര കര ആരാണ്? എന്തൊരു സറാ? കാര്യാ. ഞാൻ പോയി, എനിക്കെന്തോ ഫിയാസ് ബ്രോ. അയ്യോ എന്റെ മോനെ എന്റെ കയ്യൊക്കെ ഇത് ജിത്തു ബ്രോ 50 ഖത്തർ റിയാൽസ്. സത്യം പറയല്ലേ സയ്യോ. ജിത്തു ബ്രോ താങ്ക് യു ഫോർ ദ 50 ഖത്തർ അറേബ്യൻ റിയാൽസ്. നിങ്ങൾ വരുന്ന എന്റർടൈൻമെന്റ് ലവ് യു ബ്രദർ. പിന്നെ താങ്ക് യു സോ മച്ച് റോബി ചാൾസ് ബ്രോ. മുഹമ്മദ് ഫഹീം ബ്രോ ജിത്തു പോയി ബ്രോ, താങ്ക് യു ബ്രോ. ഖത്തർ ജിത്തു ബ്രോ. ജിതിൻ ജോയ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ $50. ഞാനൊരു ചലഞ്ചിൽ പാർട്ടായിരുന്നു. ശിവജിത്തെ അത്ര താങ്ക്സ് ബ്രോ. അശ്വിനം ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000. എത്ര ആയത് നോക്കുമെന്നാ ബ്രോ. നോക്ക എത്ര ഇന്നത്തെ സൂപ്പർ ചാറ്റ് റവന്യൂ ഞാൻ നോക്കിട്ട് പറഞ്ഞു. ബാബുവിന്റേത് 56K. 56K. ഇറക്കണത് വീണ്ടും പുനിരാജൻ ബ്രോ ദേ വീണ്ടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും 50 സൗദി റിയാൽസ്. എന്റെ എത്ര ഇപ്പൊ പറഞ്ഞുതരാം. അശ്വിനം ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 rupees. അശ്വിനം ബ്രോ താങ്ക് യു സോ മച്ച്. SP എന്റെ അമ്മോ, എന്റെ ടോട്ടൽ സൂപ്പർ ചാറ്റ് എത്ര നോക്ക്. ഞാൻ ഡെഡായി. കാണില്ല. സ്ക്രീൻ ഷെയർ ചെയ്യോ? ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്തേ. 1,00,000 എന്തായാലും കഴിഞ്ഞാന്ന് തോന്നുന്നു. 1,50,000 രൂപ സൂപ്പർ ചാറ്റ്. എന്റെ അമ്മോ. അയ്യോ. ഞാൻ ആരാ ഏട്ടാ, ഞാൻ ആരാ? യുവർ പൂക്കി അണ്ണ മറ്റൊരു ഫാൻ. യുവർ പൂക്കി മറ്റൊരു ഫാൻ ഗേൾ വകാന്ന് പറഞ്ഞിട്ട് $28 Canadian. മഞ്ഞയുടെ ഒരു കുറവുണ്ടായിരുന്നു പറഞ്ഞിട്ട് മൂസിൻ ബ്രോ താങ്ക് യു ഫോർ ദ 40 സൗദി റിയാൽസ്. ലവ് ഫ്രം ബ്ലാക്ക് സ്പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അംബാനി വൈബ് എന്ന് പറഞ്ഞ ജൂനിയർ SRP ബ്രോ 2000 രൂപ സൂപ്പർ ചാറ്റ്. ഇനിയില്ല, അടുത്ത മാസം ഒരു സീനുമില്ല ബ്രോ. എന്റെ അളിയാ. മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ ഇത് എന്റെ ഏതാ ദിവസം. ജരക്കണ്ണ ഐ തിങ്ക് അണ്ണനെ കിട്ടിയ ടോപ്പ് ഇതായിരിക്കുമല്ലേ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര എന്റെ മാക്സിമം റവന്യൂ വന്നിട്ടുള്ള ഞാൻ പറഞ്ഞില്ല അന്നത്തെ ഒരു സ്ട്രീമില് 60,000 അടുപ്പിച്ച് 50,000 60,000 എവിടെ 1,00,000 രൂപ ഒരു സൂപ്പർ സെറ്റ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് എന്തിനു പറയണ പറഞ്ഞൂടാ. എന്താ ഇത് എന്റെ അണ്ടർ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു TV താങ്ക് യു സോ മച്ച്. അണ്ടറാടാ പോരെ. താങ്ക്സ് റാ വിഷ്ണു കുട്ടാ, താങ്ക്സ് റാ. ബുദ്ധിമുട്ടൊക്കെ മാറിയില്ല. ഇതോ 75 AD മെയ്സ്ട്രോ ബ്രോ. മെയ്സ്ട്രോ ബൈ ആപ്സ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 75 AD. ഇത് ചെറുതാണ്. എനിക്ക് TV കാർണേജ് ചൈന ഹാർഡ് വർക്ക് ചെയ്ത രായംബ്രോക്ക് ചെയ്തോട് ഇതോടെ മാസത്തെ കഴിഞ്ഞ് സെറ്റ് ബ്രോ. ഇതൊന്നും എന്റെ ആളിയാ. ഞാൻ ചെയ്തേക്കാം. എന്റെ ആളെ എനിക്ക് ഞാൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കട്ടെ. വെയിറ്റ്. പുനിരാജൻ ബ്രോ പറയുന്നു. എന്റെ വയറ് കലങ്ങി സൗണ്ട് ആണ് കേക്കുന്നേ. ഇത് നോക്ക് ഗൈസ്, ഇങ്ങനെ പോണത്. വാട്ട് അണ്ണ അങ്ങനെ ലോഡാവുന്ന പോലും ഇല്ല നേരെ പോയത്. അങ്ങനല്ല പോണ്ട എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എത്ര പ്രാവശ്യം റെക്കോർഡ് ചെയ്യും ഇൻസ്റ്റാഗ്രാം നോക്കാൻ രണ്ടുപേരോട് ജൂനിയർ SRP ബ്രോ നോക്കാം. എനിക്ക് ഇത്ര ഫാൻ ഗേൾസ് ഒക്കെ ഉണ്ടെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടാ. യുവർ പൂക്കി മറ്റേ ഈ കൊച്ചൊക്കെ വേറൊരു കൊച്ചൊക്കെ അവരെ അയച്ചു. ഞാൻ ആരാ ഏട്ടാ എനിക്ക് അറിയത്തില്ല. ഹിഷാം ബ്രോ എന്റെ അണ്ണൻ എന്ന് പറഞ്ഞിട്ട് 500 rupees വീട്ട് ചെയ്തിട്ടുണ്ട്. റോളസ് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 10 സൗദി റിയാൽസ്. താങ്ക് യു സോ മച്ച്. എന്റെ അപ്പോ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. അല്ലെങ്കിൽ പോയി പിന്നല്ല വരൂ സോ ബ്രോ. ഉത്താടേ എല്ലാരും ഉത്താടേ. ഇഷാവേ താങ്ക്സ് റാ കുട്ടാ. ഇഷാവേ താങ്ക്സ് റാ.
എന്റെ അളിയാ എനിക്കൊന്നും പറയാനില്ല എന്റെ അപ്പോ. ജിപേ നോക്കുമോ ചോദിച്ചിട്ട് നോക്കടാ ഒരു സെക്കൻഡ്. ഫാൻ ഫണ്ടിങ് ഒക്കെ നീല കത്തി കിടക്കുന്നു. ഷിജിൽ ബ്രോ ഷിജിൽ ബ്രോ താങ്ക് യു. ഇത് എന്റെ സരക്കണ്ണൻ തരുന്നത് ആണെന്ന് വിചാരിച്ച ഹാപ്പി ബാബുശ്ശേരി. പിന്നെ അല്ല ഷിജിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഷിജിൽ ബ്രോ. ജിപേ സോ മച്ച് ഷിജിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 rupees ഷിജിൽ ബ്രോ. എന്നെ ഈ കസേരന്ന് അറിയുന്ന തൗഫി വിലത്തി 5 കോടിയിലൊക്കെ ലോട്ടറി അടിച്ചിട്ട് മറ്റേ ഇതായി പോയി. ഷബീർ ബ്രോ താങ്ക് ഫോർ ദ വൺ. ഇഷാൻ തോമസ് ബ്രോ വീണ്ടും 10 euro വീണ്ടും. എന്റെ അമ്മ ഞാൻ 1,10,000 രൂപ സൂപ്പർ ചാറ്റ് ഇന്നത്തെ ക്രോസ് ചെയ്ത്. ഷിജിൽ ബ്രോ എല്ലാവർക്കും പ്രാധാന്യം വെച്ച പുരിരാജൻ ബ്രോ വീണ്ടും 10,000 റിയാൽസ്. എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇതെന്റെ അണ്ണൻ എന്റെ വാക്കാന്ന് പറഞ്ഞ ഹർഷക് ബ്രോ വന്നിട്ട് 100 rupees. സൈഫർ ബ്രോ താങ്ക് യു ഫോർ ദ 20. ഗൈസ് ക്രോസ് 110k. എന്റെ അമ്മോ ആരെ കണ്ടേ ഞാൻ എന്തായാലും. എന്റെ അടിയെ എനിക്കെന്തോ സത്യം പറയാലോ എനിക്കെന്തോ എന്തോ വലുത് വരാൻ ജൂനിയർ SRP ബ്രോ ഇൻസ്റ്റ നോക്കാൻ പറഞ്ഞിരുന്നു. ആണോ? ഓക്കെ നോക്കാം ബ്രോ നോക്കാം സെറ്റ് നോക്കാം. ഷുവർ ബ്രോ. ഞാൻ കൺഫേം 24 hours ചെയ്യും. എന്റെ തൊണ്ടയൊക്കെ അടഞ്ഞ്. എല്ലാവർക്കും ഇത് സാലറി കിട്ടിയത് തോന്നുന്നത് സത്യം. എല്ലാവർക്കും ഇന്ന് സാലറി. ഇന്ന് എന്താണ് കേസ്? ഇന്ന് എന്താണ് പ്രത്യേകത? ഇന്ന് എന്താണ് ഇതിന് തുടക്കം ഇട്ട അക്ഷാജിത് ബ്രോ ഒന്നും പറയാനില്ല. നന്ദി, ഒരുപാട് നന്ദി. ജെന്യൂൻ ആയിട്ട് കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ മീറ്റ് ചെയ്തുള്ളൂ. ആൻഡ് ഐ മെറ്റ് മൈ മെൻ ത്രൂ ഗെയിമിംഗ് സ്ട്രീമിംഗ്. താങ്ക് യു സോ മച്ച്. ബാക്കി ഇട്ട് AD 70.9 ഗൈസ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോണ്. ഇത്ര രൂപ എനിക്ക് ഇന്ന് കിട്ടിയ സ്ഥിതിക്ക് ഗൈസ് ഞാനൊരു ഇതിൽ നിന്ന് ഒരു 10,000 രൂപ മിനിമം, ഒരു 10,000 രൂപ ഗീവ് അവേ ഒന്നുമല്ല, ഇത് പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങാനായിട്ടെങ്കിലും ഞാൻ ചെയ്യും ഗൈസ്, ഉറപ്പായിട്ടും ഇത് ഞാൻ ചെയ്യും. കാരണം എന്റെ മൈൻഡിൽ എവിടെയെന്ന് വെച്ചാൽ പറയാം, നമുക്ക് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമ്മുടെ ഞാൻ ചെയ്യാം ഗൈസ്. ഇത്ര കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഉറപ്പായിട്ടും ഗൈസ് ഞാൻ മിനിമം ഒരു 10K എങ്കിലും ഞാൻ ഒരു എന്താണ് പറയുക, ഒരു ചാരിറ്റി ലൈക്ക് ഫുഡായിട്ടുള്ള രീതിയിൽ, മനസ്സിലല്ലേ? ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഫുഡായിട്ടോ ലൈക്ക് അങ്ങനത്തെ എന്താണ് ആവശ്യമുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും ഗൈസ്. കാരണം ലൈക്ക് ഇത്ര നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് എന്തെങ്കിലും ചെയ്യണം, മനസ്സിലല്ലേ? കാരണം എനിക്കിപ്പം ദൈവം നിങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പം എനിക്കിങ്ങനെ ഇത് കിട്ടി. അപ്പം ഞാനിത് വേറൊരാൾക്ക് ചെയ്താലേ ഇനി നാളെ എനിക്ക് ഒരു കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഗൈസ് ഉറപ്പ് ഞാൻ പറയുന്നു, ഇത് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും ഫാം ഗ്രൂപ്പിലെങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ ഇടാം, ഉറപ്പ്. അണ്ണാ ജിപേ നോക്കാം ബ്രോ, നോക്കാം. മേസ്ട്രോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 36.99 AD ബ്രോ, താങ്ക് യു സോ മച്ച്. അതേപോലെ അയ്യോ വേറെ ആരും അയച്ചു നോക്കട്ടോ. ടിനിൽ ടോം ബ്രോ പുറത്ത് പോയതായിരുന്നു, ഇപ്പോഴാ കണ്ട സരക്ക് ബ്രോ. ടിനിൽ ടോം ബ്രോ താങ്ക് യു ഫോർ ദ 10 pounds, താങ്ക് യു സോ മച്ച്. ഹൈഡ്ര ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദ 400 rupees. അണ്ണൻ ഹാപ്പി അല്ലേ? അത് മതി, ഹാപ്പി ആണോ ബ്രോ? ഇതിൽ കൂടുതലൊക്കെ അത്രയുള്ളൂ. ഞാൻ എന്നാ പിന്നെ അങ്ങോട്ട് എൻഡ് ചെയ്യട്ടോ, എന്നാ പിന്നെ ഒരുപാട് ഹാപ്പി. ലവ് സൂപ്പർ ലവ് യു ടു അണ്ണാ. എൻ്റെ അത്രേ ഉള്ളൂ. സാം ബ്രോ താങ്ക് യു സോ മച്ച്. മ്യൂസിക് ഡാർക്ക് ഡേ അടങ്ങിയില്ലേ അവിടെ? ഇല്ലല്ലേ അവൻ നോക്കാം ബ്രോ. ക്യാൻ യു ഹൈ മാക്സിമിലിയൻ മുള്ളർ ബ്രോ? ഹൈ അണ്ണാ ഈ സന്തോഷ നിമിഷത്തിൽ നമ്മൾ ടിവിയെ ഫാൻ പറ്റിയിട്ട് വാക്ക് ഏതാണ് ഈ സന്തോഷ നിമിഷത്തിൽ നമ്മ ടിവിയെ ഫാമിനെ പറ്റിയിട്ടുണ്ട് വാക്ക്. ആരാണ്? അശ്വിൻ എവൂർ ബ്രോ. അശ്വിൻ എവൂർ എന്തോ കണ്ടില്ല അത്. ടിവിയെ പറ്റി 2 വാക്ക്. അത്രേ ഉള്ളൂ. ഈ സന്തോഷ ടിവിയെ പറ്റി 2 വാക്ക് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ പാട്ട്, ഇവന്റെ പാട്ട് ഈ കാശ് തൊട്ട് പാടമാണ്.
മുഹമ്മദ് അഫ്നാൻ ബ്രോ താങ്ക് യു സോ മച്ച് നിതിനെ താങ്ക്സ് നിതിനെ. ടി വിയുടെ കാര്യം ടി വി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് തന്നെയാണ് ടി വി എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലൈഫിലെ ഏറ്റവും വലിയൊരു ധൈര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വിയെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതില്ലെങ്കിൽ നമ്മൾ എന്തുവാ നമ്മുടെ ലൈഫിൽ നമ്മളൊക്കെ എങ്ങനെ ഇതുപോലെ ഒരുമിച്ച് ഇരുന്നേനല്ലേ അണ്ണാ. അതെ അതെ സാറേ വില്ലത്തി ഇവിടെ ഉണ്ട് റൈസ് ബ്രോ. ഞാൻ ഇവിടെ ഉണ്ട്. ഇതില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ടി വി ഇല്ലെങ്കിൽ നമ്മള് എവിടെയൊക്കെ ആയി പോയേനെ. മനസ്സിലായില്ലേ? ഇവിടെ ഒന്നും ഇല്ലാത്തടത്തൊന്നല്ല, ലൈഫിൽ നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ ഇല്ലാണ്ടായേനെ ഉറപ്പായിട്ടും. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നതിന് ലൈഫിൽ. ഇപ്പം നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ എന്ത് വന്നാലും ഏത് സിറ്റുവേഷൻ വന്നാലും കൂടെ കാണുമെന്ന് ഉറപ്പുള്ള കുറേ ആൾക്കാരുണ്ട്, കുറേ അനിയന്മാർ, കുറേ നമ്മളെക്കാട്ടിയും ചേട്ടന്മാരെന്ന് പറഞ്ഞതല്ല, നമ്മളതേ ഒരു ചേട്ടന്മാരെ പോലെ ആണെങ്കിലും ലൈക്ക് നമ്മൾ അത്ര ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ. ഇപ്പം എനിക്ക് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വില്ലത്തിയൊക്കെ ഒന്നും എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് ഹൈദരാബാദിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്താണ് വന്നത്. അതൊക്കെ ലൈക്ക് ഒന്നും അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. സത്യം അത് നമ്മളാരും അതാണ് ഏറ്റവും ആലോചിക്കേണ്ടത്. ഞാൻ അത്രയും ടഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ടൈം എന്ന് വെച്ചാൽ നല്ല ടഫ് ടൈമാണത്. കാരണം ആ സമയം കാരണം എല്ലാവരും ലോക്കമൊക്കെ പോയി യൂട്യൂബ് റവന്യൂവും എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഉള്ളൂ നമുക്ക്. ആ ഒരു ടൈമിലാണ് വില്ലെത്തി അപ്പം എന്നെ കാണാൻ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ഓരോരുത്തരും. മനസ്സിലായില്ലേ? ടി വിയിലൊക്കെ അതേ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് വില്ലെത്തി അങ്ങനെ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിച്ചേ. അതുപോലെയാണ് ടി വിയിൽ ഓരോ മെമ്പേഴ്സ്. ബാബു ആണെങ്കിലും ഇതാണ് ലൈക്ക് ആരാണ് ബാബു ഈഗിളാണെങ്കിലും ലൈക്ക് എല്ലാവരും എനിക്ക് ഒരാളെ പേര് വന്നില്ല, രായനാണെങ്കിലും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും നമ്മളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ എനിക്കൊരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവന്മാരെല്ലാം ഇവരാരാണേലും വരും, പയ്യന്മാരാണേലും അതിൻ്റെ അകത്തുള്ള ബാക്കി മെമ്പേഴ്സ് ആണെങ്കിലും എനിക്കൊരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടെ കാണും. അതാണ് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്ത്. ആരും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇത്രയും നമ്മളെ കൂടെ എപ്പോഴും നിൽക്കാൻ വേണ്ട കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ത് വേണം? അത് മതി. ഞാൻ ഇടയ്ക്ക് ആലോചിക്കേ ലൈക്ക് ഇവരുടെ ഇടയിൽ അടിയൊക്കെ ഉണ്ട്, ഇവരുടെ ഇടയിൽ വലിയ അടിയുണ്ട്, കൊച്ചടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ ഇവര് ഭയങ്കര സ്നേഹമാണ്, കുറച്ച് കഴിയുമ്പോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ഞാനിങ്ങനെ ആലോചിക്കും ഇത് പറ്റുന്നത് ലൈക്ക് ഞാൻ ഈകളൊക്കെ തമ്മിൽ ഇടയ്ക്ക് മറ്റേ കിടിലടിയൊക്കെ കിടക്കും. ഞാൻ ഈകൾ തമ്മിൽ കിടിലടിയൊക്കെ കിടക്കും. കിടിലടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറച്ചാളൊക്കെ മിണ്ടാതൊക്കെ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇഷ്ടം വരാതെ നമ്മൾ തമ്മിൽ അതിൻ്റെ ഒരു അടിയൊക്കെ വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് അന്ന് തന്നെ ഒരു ആർ പി ഒരു സിറ്റുവേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഇത് മാറും. എന്തിനാ അടി വെച്ചെന്ന് പോലും പിന്നെ രണ്ടുപേർക്കും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ ഞാനും ബാബുവും തമ്മിൽ ഒരടി നടക്കത്തില്ല ഇതുവരെ. ഞാനും ബാബു ഞാനും വില്ലെത്തി ഇവരെ തമ്മിലെന്ന് വെച്ചാൽ ഒരടിയും വരാറില്ല. എന്ത് വന്നാലും നമ്മള് ഒരേ ഒപ്പീനിയനിൽ വരുന്ന ആൾക്കാരാണ്. എങ്ങനെ വന്നാലും നമ്മളെ ഒപ്പീനിയൻ കോമൺ ആയിരിക്കും, എല്ലാം കോമണിലായിരിക്കും വരുന്നത്. എന്ത് കാര്യം വന്നാലും ഒരു കോമൺ ആയിട്ടുള്ള തിരികെ വരും, നമുക്കൊരു സീനുമില്ല. അതെങ്ങനെയാണ് അതേഴ്സ് ജസ്റ്റ് എ ഗാങ് ഇൻ GTA ആൻഡ് വി ബിൽഡ് എ ഫാമിലി. സത്യം അത് തന്നെ ആയി ബിൽഡ് ചെയ്തല്ലേ, തന്നെ ഉണ്ടായി വന്നതാണ്. ഓക്കെ അപ്പം ഗൈസ് ഞാൻ TV ആണല്ലേ നിങ്ങളെ സ്വർഗരാജ്യം. അതെ 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 സ്വർഗരാജ്യം TV ആണ്. പിന്നെ അത് സത്യമാണ്. ലൈക്ക് സരക്ക് എന്റെ അടുത്ത് പറഞ്ഞാൽ കുറച്ച് നസിലൊക്കെ പിടിച്ച് മനസ്സിലായി. ഒരു കളി അങ്ങനെയൊന്നുമില്ല, ഞാനാണ് കളിച്ച് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത്. അന്ന് ബർത്ത്ഡേക്ക് ഇവരെ എല്ലാം കണ്ടു ഞാൻ നോക്കിയപ്പോ സരക്ക് ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളുന്നിരുന്നത്, തുള്ളിച്ചാടുന്നത്. ഞാൻ ഇത്രയും നാളെ കണ്ടപ്പോ സരക്കല്ലല്ലോ ഇതൊന്നും പെട്ടെന്ന് ഞാൻ വില്ലത്തി വന്നപ്പോഴാണ് എന്റെ കിളി പറയുന്നത്. സത്യം പറഞ്ഞത് ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. വില്ലത്തി വന്നപ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഞാൻ കാരണം അത്ര സിറ്റുവേഷൻ ആണത്. അത് വരുവാനുള്ള ചാൻസസ് ഭയങ്കര ക്ലോസ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മള് വില്ലത്തി ഞാനും പെട്ടെന്ന് കുറച്ച്
മിണ്ടുമെങ്കിലും ഇല്ലാതെ കേവിയിലൊക്കെ നിൽക്കുന്ന ടൈമിലൊക്കെ ഞാൻ ജസ്റ്റ് കാണുമ്പോഴത്തേക്ക് ഇത് മിണ്ടുന്നതല്ലാതെ വലിയ വലിയ കമ്പനിയൊന്നും ഇല്ല ഒരു സൈഡ്. പിന്നെ അന്ന് കണ്ടിട്ട് കിട്ടിയിലാണെങ്കിൽ മോത്തൊക്കെ ഞാനാണെങ്കിൽ ആരടുത്തും മിണ്ടാൻ പറ്റാതെ കടന്നിട്ട് ഇല്ല ബ്രോ ഒരു സീനില്ല ഇല്ല ബ്രോ ഒരു സീനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോർമലായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പബ്ജി ഒക്കെ കളിച്ച് തുടങ്ങി, നമ്മളൊരു സ്ക്വാഡായിട്ട് എപ്പോഴും കളിച്ചു തുടങ്ങി. ആ ലെവൽ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് നമ്മള് ഒരുമിച്ചായി. ഞാനും എന്തെല്ലാം വിഷമം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ അയ്യോ അതൊരു ടൈമായിരുന്നു. സേറാൻ പോയ സമയത്ത് ഞാൻ ഫുള്ള് ഡിപ്രഷൻ പറഞ്ഞു നിർത്തത് വില്ലത്തിരുന്നതാണ്. എന്റെ വിഷങ്ങൾ വാറാണോ സിറ്റി കയറണോ അത് എടാ എന്താ ഇറ്റാച്ചി ഏറ്റവും അവസാനം വന്നമാരാണ് ഇവന്മാരടുത്ത് പോലും കേറുന്ന സമയത്ത് എന്തിനായിരുന്നു കേറുമ്പോഴത്തേക്ക് ഇവന്മാരൊക്കെ സെറ്റ് ആവോ സത്യം. ഇവനൊക്കെ കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വി കുളം തോണ്ടി കളയുന്നവരെ വിചാരിച്ചാണ് ടി വിയിലോട്ട് കയറ്റിയത്. ഇപ്പൊ നോക്കിയാണ് ശരിയായ ഫ്രോഡുകള്. ഇപ്പൊ ഒരു പ്രശ്നമില്ല അമ്മാർക്ക്. സത്യം ചാച്ചിയും ഉമ്മാരായിട്ടൊക്കെ സ്നൈപ്പായിട്ട് ഇത്രയും കമ്പനിയാവുന്ന സത്യം പറഞ്ഞാൽ കേറുന്ന സമയത്ത് പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആവുന്നു ഇത്രയും. സത്യം ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. അമ്മാര് ഇങ്ങനെ നമ്മളോട്ട് സിങ്കായി വരുമോ എന്നൊക്കെ. ഇപ്പൊ സ്നൈപ്പൊക്കെ ഇപ്പൊ നോക്കുമ്പോ ആർപ്പൊക്കെ ചെയ്ത് കിടക്കുന്നത്. സ്നൈപ്പിന് വള്ളി എടുക്കാൻ അറിഞ്ഞൂടെ ഇപ്പൊ വള്ളി അത് എടുക്കും. ഇപ്പൊ ആർപ്പയാണ്